നമ്മൾ ഇതുപോലെ കൊതുക് ശല്യം കൂടുതലായിട്ട് വരുന്ന സമയമാണ് ഇതല്ലേ. അപ്പം നമുക്ക് ഇതേപോലെ ഒന്ന് പുകയ്ക്കാം. അതിനായിട്ട് ഞാൻ കറുവാപ്പട്ടയുടെ പൊടിയാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ പുകയ്ക്കുന്ന ഏത് ചട്ടിയാണോ ചിരട്ടയാണോ ഏതാണേലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ കറുവാപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് കറുവയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറുവയുടെ 2 ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കർപ്പൂരം ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കത്തി കഴിഞ്ഞിട്ട് നമുക്ക് പുകയ്ക്കണം കേട്ടോ. കത്തി അതങ്ങ് അണച്ചതിന് ശേഷം ആ ഒരു പുകയാണ് എല്ലായിടത്തും കൊള്ളിക്കേണ്ടത്. ഈ ഒരു സ്മെല്ല് ഫുള്ള് നമ്മുടെ വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ വീട്ടിനകത്ത് ഒരു സാധനങ്ങളും കയറില്ല കേട്ടോ. വീട്ടിനകത്ത് കയറില്ല. അതുപോലെ തന്നെ കൊതുക് ശല്യവും കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം വെച്ച് പുകയ്ക്കുന്നത് നല്ലതാണ് കറുവാപ്പട്ട. ഇതിപ്പോൾ കത്തി പിടിച്ചതിന് ശേഷം നമുക്ക് അണച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പുകച്ച് കൊടുക്കാം. റൂമിലെല്ലാം ഒന്ന് പുകച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഫ്രണ്ടിൽ സിറ്റൗട്ടിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചാൽ തന്നെയും നമ്മളത് പുകയാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചെറിയതായിട്ട് തേങ്ങയുടെ ചകിരി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അതങ്ങ് പുകഞ്ഞുകൊണ്ടിരുന്നോളും. അപ്പോൾ ആ ഒരു പുക സ്മെല്ല് നമ്മൾ വീട്ടിനകത്ത് നിൽക്കുന്നുണ്ട്. അതിനൊന്നും തന്നെ കയറില്ല കേട്ടോ. ചെറിയ പക്കി പ്രാണികൾ ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ് ഈ കറുവപ്പട്ടയുടെ സ്മെല്ല്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലെ നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന 2 കിടിലൻ ടിപ്സുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതിന് മുമ്പ് ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർ കാണണം. ഇതിപ്പം നമ്മൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഒന്ന് അണച്ചു കൊടുത്തിട്ട് ഒന്ന് പുകച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റൂമിൻ്റെ അകത്ത് കർട്ടൻ അതേപോലെ തന്നെ തുണികൾ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്ന തുണികൾ അവിടെയൊക്കെ ഒന്ന് കട്ടിൻ്റെ അടിയിൽ ഒന്ന് പുകച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. അതുപോലെ ആ ഒരു സ്മെല്ല് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് പാമ്പ് ഒന്നും തന്നെ അകത്തോട്ട് കയറത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അണച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ചെന്ന് കൊണ്ട് പുകച്ചു കൊടുക്കുക. പുകയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അതിനകത്ത് ഇട്ട് കൊടുക്കാം.